പ്രിയമുള്ളവരെ, ചരിത്രത്താളുകളിൽ ഇന്നേ ദിവസം എന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 31-ാം തീയതിയാണ്. കഴിഞ്ഞ ദിവസം കടന്നുപോയത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആകെ വിറപ്പിക്കുന്ന ഞെട്ടലുണ്ടാക്കുന്ന ഒരു ദിവസവുമായാണ്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിച്ച ഒരു ദിവസമായി ഇതറിയപ്പെടുകയാണ്. എല്ലാ പ്രിയപ്പെട്ട അന്തരിച്ച സഹോദരങ്ങൾക്കും അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചരിത്രത്താളുകളിലൂടെ ഒന്ന് കടന്നു പോകാം. 1959 വിമോചന സമരത്തെ തുടർന്ന് EMS മന്ത്രിസഭയെ പുറത്താക്കി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് 1959 ജൂലൈ മാസം 31-ാം തീയതിയാണ്. 1940 ജനറൽ ഡയറെ വെടിവെച്ചു കൊന്ന ഉദ്ധം സിംഗിനെ തൂക്കിൽ കൊല്ലുന്നത് 1940 ഇതേ ദിവസമാണ്. 2008 ചൊവ്വയിൽ തണുത്തുറന്ന ജലത്തിൻ്റെ സാന്നിധ്യം നാസയുടെ ഫീനിക്സ് ബഹിരാകാശ പേടകം സ്ഥിരീകരിക്കുന്നത് 2008 ജൂലൈ മാസം 31-ാം തീയതിയാണ്. 2007 ഓപ്പറേഷൻ ബാനർ വടക്കൻ അയർലൻഡിലെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സാന്നിധ്യവും എക്കാലത്തെയും ദൈർഘ്യമേറിയ ബ്രിട്ടീഷ് ആർമി ഓപ്പറേഷനും അവസാനിപ്പിക്കുന്നത് 2007 ജൂലൈ 31-നാണ്. 2006 ഫിഡൽ കാസ്ട്രോ അദ്ദേഹത്തിൻ്റെ സഹോദരൻ റൗളിന് അധികാരം കൈമാറിയത് 2006 ജൂലൈ 31-നാണ്. 1992 ചൈന ജനറൽ ഏവിയേഷൻ ഫ്ലൈറ്റ് 7552 നാൻജിങ് ഡാജിയോചാങ് എയർപോർട്ടിൽ ടേക്ക് ഓഫിനിടെ തകർന്ന് 108 പേർ മരിക്കുന്നത് 1992 ഇതേ ദിവസമാണ്. അതുപോലെ തന്നെയാണ് 1992 തായ് എയർവേസ് അത് 311 ബോയിങ് വിമാനം നേപ്പാളിലെ കാഠ്മണ്ഡുവിന് വടക്കുള്ള ഒരു പർവ്വതത്തിലിടിച്ച് വിമാനത്തിലുണ്ടായിരുന്ന 113 പേരും മരിക്കുന്നത് 92 തന്നെ ഇതേ ദിവസമാണ്. 1992 ജോർജിയ രാജ്യം ഐക്യരാഷ്ട്രസഭയിൽ ചേരുന്നത് ഇതേ ദിവസമാണ്. 1971 അപ്പോളോ പ്രോഗ്രാം അപ്പോളോ 15 ബഹിരാകാശ യാത്രികർ ചന്ദ്ര റോവറിൽ ആദ്യമായി സവാരി ചെയ്യുന്നത് 71 ജൂലൈ 31-നാണ്. 1964 ഇതേ ദിവസമാണ് റേഞ്ചർ പ്രോഗ്രാം റേഞ്ചർ 7 ചന്ദ്രൻ്റെ ആദ്യത്തെ ക്ലോസപ്പ് ഫോട്ടോഗ്രാഫുകൾ തിരികെ അയക്കുന്നത്. ഭൂമിയിൽ നിന്ന് ബൗണ്ട് ചെയ്ത ടെലിസ്കോപ്പുകളിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയതിനേക്കാൾ 1000 മടങ്ങ് വ്യക്തതയുള്ള ചിത്രങ്ങളാണ് 1964 ജൂലൈ മാസം 31-ന് അയച്ചു തന്നത്. 1948 ന്യൂയോർക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട്, പിന്നീട് ജോൺ എഫ് കെന്നഡി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ എയർപോർട്ട് സമർപ്പിക്കപ്പെടുന്നത് 1948 ജൂലൈ മാസം 31-ാം തീയതിയാണ്. 1941 രണ്ടാം ലോക മഹായുദ്ധം. ജർമ്മനി ഏകദേശം ഒരു 300,000 ശരിക്കും ഒരു റെഡ് സോവിയറ്റ് ആർമി തടവുകാരെ പിടികൂടുന്നതോടെ സ്മോൾലെൻസ് യുദ്ധം അവസാനിക്കുകയാണ്. അത് ആയിരക്കണക്കിന് തടവുകാരെ, ശരിക്കും കൃത്യമായി അന്നത്തെ കണക്ക് സൂചിപ്പിക്കുന്നത് 3 ലക്ഷം തടവുകാരെങ്കിലും അവർ തടവിലാക്കി എന്നാണ്. 1932 ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ NSDAP നാസി പാർട്ടി 38% വോട്ടുകൾ നേടുന്നത് 1932 ജൂലൈ 31-നാണ്. 1865 ലോകത്തിലെ ആദ്യത്തെ നാരോ ഗേജ് മെയിൻ ലൈൻ റെയിൽവേ ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലെ ഗ്രാൻഡ് ചെസ്റ്ററിൽ തുറന്നു കൊടുക്കുന്നത് 1865 ജൂലൈ 31-നാണ്. 1856 ക്രൈസ്റ്റ് ചർച്ച് ന്യൂസിലാൻഡ് ഒരു നഗരമായി ചാർട്ടേഡ് ചെയ്യുകയാണ്. 1658 ഔറംഗസീബ് ഇന്ത്യയുടെ മുഗൾ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെടുന്നത് ജൂലൈ മാസം 31-ാം തീയതിയാണ്. അതുപോലെ തന്നെ 1948 പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലേക്കുള്ള തൻ്റെ 3ാമത്തെ യാത്രയിൽ ക്രിസ്റ്റഫർ കൊളംബസ് ട്രിനിഡാഡ് ദ്വീപ് കണ്ടെത്തിയതായി പ്രഖ്യാപിക്കുന്നു. ആദ്യത്തെ യൂറോപ്യനായി അദ്ദേഹം മാറുകയും ചെയ്യുന്നത് 1498 ജൂലൈ മാസം 31-ാം തീയതിയാണ്. ഇത് ശ്രവിക്കുന്ന നിങ്ങൾക്കേവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.